കാഫിർ സ്ക്രീൻഷോട്ട് കേസിലെ പ്രതി ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം റദ്ദാക്കാൻ അന്വേഷണ സംഘം കോടതിയെ സമീപിച്ചു. വടകര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അന്വേഷണ സംഘം ഹർജി നൽകി. ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അന്വേഷണ സംഘം പ്രോസിക്യൂഷൻ മുഖേന ഹർജി നൽകിയിരിക്കുന്നത്. അഞ്ജന സുകുമാരാണ് വിവരങ്ങളുമായി ചെന്നത്. അഞ്ജന, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കാഫിർ സ്ക്രീൻഷോട്ട് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഷാഫി പറമ്പിൽ ഉത്തരം പറയണം, എന്തൊക്കെയായിരുന്നു അന്നത്തെ വലിയ ആവശ്യങ്ങൾ. പക്ഷേ ഇതിപ്പോൾ തിരിഞ്ഞു കുത്തുന്നൊരു സാഹചര്യത്തിൽ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ഏത് നിലയിലാണ് കാര്യങ്ങൾ? 2024 ലോക്സഭാ സമയത്താണ് ഇത്തരത്തിൽ വിവാദമായൊരു കാഫിർ സ്ക്രീൻഷോട്ട്, അത് MSF നേതാവ് മുഹമ്മദ് കാസിമിന്റെ പേരിൽ LDF ഹാൻഡിലുകളിൽ നിന്ന് തന്നെ പ്രചരിക്കുന്നൊരു സ്ഥിതി ഉണ്ടായത്. പിന്നീടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് SIT പുതിയ അന്വേഷണ സംഘം രൂപീകരിക്കുന്നു. അതിലാണ് ജിതിൻ ഭാസ്കർ കസ്റ്റഡിയിലാവുന്നത്, പിന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതുമൊക്കെ. ഏതായാലും ഇതിൽ പ്രതിയായ ജിതിൻ ഭാസ്കറിന് ജില്ലാ സെഷൻസ് കോടതി ഈ മാസം 3-ാം തീയതി ജാമ്യം അനുവദിച്ചിരുന്നു. നേരത്തെ വടകര കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും കോടതി അപേക്ഷ പരിഗണിക്കാതിരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അത് ജാമ്യം തള്ളുകയായിരുന്നു, ജാമ്യം അനുവദിച്ചിരുന്നില്ല. പിന്നീടാണ് പ്രതിഭാഗം ഇത്തരത്തിൽ ജില്ലാ കോടതിയെ സമീപിക്കുന്നതും ജാമ്യം ലഭിക്കുന്നതും. ചില വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് കോടതി ജിതിന് ജാമ്യം അനുവദിച്ചത്. അതായത് 50,000 രൂപയുടെ 2 ആൾ ജാമ്യം. അതോടൊപ്പം തന്നെ അന്വേഷണ സംഘം എപ്പോൾ വിളിപ്പിച്ചാലും കൃത്യമായി അന്വേഷണത്തോട് സഹകരിക്കണം, അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവണം. അതോടൊപ്പം തന്നെ മാസത്തിൽ ആദ്യത്തെയും അവസാനത്തെയും ശനിയാഴ്ചകളിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം, മറ്റു കുറ്റകൃത്യങ്ങളിലൊന്നും ഏർപ്പെടുകയും ചെയ്യരുത്. ഇത്തരത്തിൽ ചില വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചുകൊണ്ടായിരുന്നു അന്ന് കോടതി ജിതിന് ജാമ്യം അനുവദിച്ചിരുന്നത്. എന്നാൽ ജാമ്യ വ്യവസ്ഥകളിൽ ഇപ്പോൾ ലംഘനമുണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ജിതിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് SIT കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഇന്നലെയാണ് വടകര മജിസ്ട്രേറ്റ് കോടതിയിൽ SIT പ്രോസിക്യൂഷൻ മുഖേന ഹർജി നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും SIT പറയുന്നത് ജാമ്യ വ്യവസ്ഥയിൽ ലംഘനമുണ്ടായി എന്ന് തന്നെയാണ്. ജാമ്യത്തിൽ ഇറങ്ങിയതിന്റെ പിറ്റേ ദിവസം ജിതിന്റെ ഫേസ്ബുക്ക് ഹാൻഡിൽ വഴി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അത് ഈ അന്വേഷണ സംഘത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലായിരുന്നു ആ പോസ്റ്റ് എന്നുള്ളതാണ്. കോടതിയിലിരിക്കുന്ന ഒരു കേസാണ്, പൊതുമധ്യത്തിൽ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. പക്ഷേ ജിതിന്റെ FB പോസ്റ്റ് വഴി ഇത്തരത്തിലുള്ള കാര്യം പറയുകയാണ്. അതായത് 200 പേർക്ക് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് വഴി ഈ വിവാദമായ സ്ക്രീൻഷോട്ട് ജിതിൻ അയച്ചു നൽകി എന്നുള്ളതായിരുന്നു SITയുടെ കണ്ടെത്തൽ. എന്നാൽ അന്വേഷണ സംഘത്തിന്റെ ഈ കണ്ടെത്തൽ അത് തീർത്തും തെറ്റാണ് എന്നുള്ളതാണ് ഫേസ്ബുക്ക് പോസ്റ്റ് വഴി ജിതിൻ പറയുന്നത്. അതായത് 200 പേരിലധികം 250 പേരിലധികം ആളുകൾ തന്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലുണ്ട്. അതിൽ കോൺഗ്രസ്സുകാരുടെ മക്കൾ ഉൾപ്പെടെയുണ്ട്. ഇതിൽ 10 പേർക്കെങ്കിലും ഇത്തരത്തിലൊരു ബ്രോഡ്കാസ്റ്റ് അയച്ചു എന്ന് തെളിയിക്കാൻ സാധിക്കുമോ എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തോടുള്ള ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജാമ്യം റദ്ദാക്കണം. DYFI നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം റദ്ദാക്കണം എന്ന ആവശ്യവുമായി ഇപ്പോൾ അന്വേഷണ സംഘം കോടതിയെ സമീപിക്കുന്നത്.